ചെമ്പാവ് പുന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പലഹാര പ്രദർശനം. 3ാം ക്ലാസ്സിലെ മലയാളം പുസ്തകത്തിലെ പലഹാരപ്പൊതി എന്ന പാഠവുമായി ബന്ധപ്പെട്ട ഒരു പഠന പ്രവർത്തനമാണ് ഇത്. വിവിധ തരം പലഹാരങ്ങളെ പരിചയപ്പെടുവാനും അവയുടെ മണവും രുചിയും എന്തെന്ന് തിരിച്ചറിയുവാനും പലഹാരങ്ങളുടെ രൂപം തൊട്ടറിയുവാനും കുട്ടികൾക്ക് അവസരം നൽകുന്നതിന് വേണ്ടിയാണ് ഈ പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വിദ്യാലയത്തിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ അവർക്ക് ആഗ്രഹിക്കുന്ന എല്ലാ പലഹാരങ്ങളും എല്ലാ ദിവസവും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും എന്ന് കരുതുന്നു. ഇന്നത്തെ ഈ പ്രദർശനത്തിൽ പലതരം പലഹാരങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അച്ചപ്പം, ഉണ്ണിയപ്പം, കുഴലപ്പം, മിൽക്ക് ഹലുവ, ബ്ലാക്ക് ഹലുവ, ജിലേബി, ലഡു, അരിയുണ്ട, ഇങ്ങനെ എത്ര തരം പലഹാരങ്ങളുണ്ടായിരുന്നു. പലതരം ബിസ്ക്കറ്റുകൾ ഇവയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഗീ കേക്കും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രഥമൻ ഉഷനില തന്നിൽ വിളമ്പുമ്പോൾ ഒഴുകിടാതെ വലം കയ്യാലിടം കയ്യാൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പരത്തുന്ന മനപായസം. മൂവാണ്ടൻ മാവിൻ്റെ കുളിര് വേനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചിപ്പ്. പഴംപുളിശ്ശേരി ചാറിൽ പിടിക്കുമ്പോൾ വഴുക്കണ മധുരമാം പഴം പോലെ വലയ്ക്കുന്നോളേ. പൊൻചക്കയുടെ മടല് കൊത്തി നറുനറെ അരിഞ്ഞിട്ടങ്ങുടച്ചൊരുക്കി. വാഴുക്കപ്ലാവില കൊണ്ട് കയ്യിൽ കുത്തി ചൂടുകഞ്ഞി കുടിക്കുമ്പോൾ വിയർപ്പാറ്റാനടുത്തുവായോ. താളിൽ നല്ല താറാവിൻ ചൂടുള്ള നാടൻ കറി വേണ്ടേ. ചൂടച്ചോരു പിടി പിടിക്കുവാൻ വിളമ്പട്ടെ മുളം കുറ്റി നിറഞ്ഞ പുട്ടൊരിക്കൽ കൂടി. ഞങ്ങളുടെ 2ാം പാഠം പലഹാരപ്പൊതി എന്ന പാഠത്തെ അനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റിവൽ നടത്തി. 18ഓളം പലഹാരങ്ങൾ അതിലുണ്ടായിരുന്നു. എല്ലാവരും അതിൽ ടേസ്റ്റ് നോക്കി. എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനിയും ഇങ്ങനെ പല പാഠത്തെ അനുബന്ധിച്ച്
ഇനിയുള്ള പാഠത്തിനനുബന്ധിച്ച് ഇനിയും സാധനങ്ങൾ ചെയ്യും.